ഇന്ന് മറിയ തിയോട്ടോക്കസ് ആണോ? ആണെങ്കിൽ അതിൻ്റെ ആധികാരികത എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് അല്പം തിയോളജി ഉണ്ട്, ക്രൈസ്തവ സഭയുടെ ചരിത്രമുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയും തിയോളജിയും ഉൾപ്പെടെയുള്ള വ്ലോഗാണ്. ഇതിൽ മറിയ തിയോട്ടോക്കസ് ആണോ അല്ലേ എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം അർത്ഥം ദൈവമാതാവ് എന്നാണ്. തിയോട്ടോക്കോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. തിയോട്ടോക്കോസ്, തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം. തിയോ എന്നും പറഞ്ഞ് എന്തൊരു വാക്ക് ആരംഭിച്ചാലും ദൈവം എന്നാണ് അർത്ഥം. അപ്പോൾ തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവമാതാവ്. അപ്പോൾ മറിയ എങ്ങനെ തിയോട്ടോക്കോസ് ആവും അല്ലെങ്കിൽ ദൈവമാതാവാവും എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മറിയയെ ദൈവമാതാവായി അല്ലെങ്കിൽ തിയോട്ടോക്കോസ് ആയിട്ട് അംഗീകരിക്കുന്നത് കാത്തലിക്കും ഓർത്തഡോക്സ് അതുപോലെയുള്ള സുറിയാനി വിഭാഗങ്ങളാണ്. പക്ഷേ 1914 ഉത്ഭവിച്ച ക്രൈസ്തവ സഭയുമായിട്ടോ പാരമ്പര്യമായിട്ടോ റോമൻ കത്തോലിക്ക സഭയായിട്ടോ ഒരു ബന്ധമില്ലാത്ത പെന്തക്കോസ്തുകാർ പറഞ്ഞുണ്ടാക്കുന്നത് മറിയ ദൈവമാതാവ് അല്ല എന്നാണ്. ശരിയായ ചരിത്രബോധമോ തിയോളജിയോ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഈ തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാത്തത്. തിയോട്ടോക്കോസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ ചരിത്രത്തിലേക്ക് കിടക്കണം. സഭയുടെ ചരിത്രവും ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം റോമൻ കത്തോലിക്ക സഭ, അതായത് പാരമ്പര്യ സഭ അല്ലെങ്കിൽ സുറിയാനി സഭ, ഇതുണ്ടായതിന് 350 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബൈബിൾ ഉണ്ടായത്. ഇപ്പോൾ ബൈബിളും സഭയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം സഭയുടെ ഒരു സൃഷ്ടി മാത്രമാണ് ബൈബിൾ. ബൈബിളിൽ പെടാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോക്രിഫയുണ്ട്, ചരിത്രമുണ്ട്. ബൈബിളിനെക്കാട്ടും വലിയൊരു ഹിസ്റ്ററി സഭയ്ക്കുണ്ട്, സഭാ ചരിത്രം. അതിൻ്റെ ആസ്പദമാക്കി നമുക്ക് തിയോട്ടോക്കോസ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തിയോട്ടോക്കോസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദിമ ക്രൈസ്തവ സഭയിൽ ഒരുപാട് ദുരുപദേശങ്ങളുണ്ടായിരുന്നു. ഈ ദുരുപദേശങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സുന്നഹദോസുകളുടെ അല്ല ആദിമ സിനഡുകളുടെ ലക്ഷ്യമായിരുന്നു. സിനഡുകൾക്ക് പല ലക്ഷ്യമുണ്ട്. പക്ഷേ സിനഡുകളിനകത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത്. ആദിമസഭയിൽ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ദുരുപദേശമാണ് കടന്നു വന്നത്. അതിലെ ഒന്ന് എന്ന് പറയുന്നത് നെസ്റ്റോറിയാനിസം, 2 എന്ന് പറയുന്നത് അരിയാനിസം, അടുത്തത് മോണോഫിസിസം. യേശുവിന് ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും ഉണ്ട്, പക്ഷേ അത് രണ്ടും വേർപെട്ടിരിക്കുന്നു എന്നാണ് നെസ്റ്റോറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം പറയുന്നത്. കേരളത്തിലെ മലങ്കര സഭയിനകത്ത് മാധ്യമ കാലഘട്ടങ്ങളിൽ നെസ്റ്റോറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം ശക്തമായിരുന്നു. നെസ്റ്റോറിയൻ ദുരുപദേശത്തിന് ഇല്ലാതായി കളഞ്ഞത് പോർച്ചുഗീസ് എംപയറാണ്. പോർച്ചുഗീസ് സാമ്രാജ്യം കേരളത്തിൽ വന്നതിന് ശേഷം അതുപോലെ കത്തോലിക്ക സഭയുടെ നിന്ന് വേർപെട്ട് പോയ കുറച്ച് ആൾക്കാരാണ് നെസ്റ്റോറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം പടർത്തിയത്. അത് ഭയങ്കരപ്പെട്ട ഒരു ഹെറസിയാണ്. ഈ ദുരുപദേശങ്ങളെ ക്രിസ്ത്യാനികൾ ഹെറസി എന്ന് വിളിക്കും. അപ്പോൾ ഈ നെസ്റ്റോറിയാനിസം പറയുന്ന ഹെറസി, യേശുവിന് 2 നേച്ചറുണ്ട്, അത് എല്ലാ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നതാണ്. കത്തോലിക്ക സഭ അംഗീകരിക്കുന്നതാണ്. യേശു 2 നേച്ചറുണ്ട്, ഒന്ന് ഹ്യൂമൻ നേച്ചറും ഒന്ന് ഡിവൈൻ നേച്ചറും. പക്ഷേ നെസ്റ്റോറിയാനിസത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് 2ഉം വേർപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നെസ്റ്റോറിയാനിസം ഇതാണ് പറയുന്നത്. യേശുവിന് 2 ക്യാരക്ടറുണ്ട്, ഡിവൈൻ നേച്ചറും ഉണ്ട് ഹ്യൂമൻ നേച്ചറും ഉണ്ട്, പക്ഷെ 2ഉം വേർപെട്ടിരിക്കുന്നു.
ആദിമസഭ ഭയങ്കര വലിയ രീതിയിൽ ശപിച്ച് തള്ളിയ ഒരു ദുരുപദേശമാണ് ഈ നെസ്റ്റോറിയാനിസം. അത് കഴിഞ്ഞാൽ പിന്നെ മോണോഫിസിറ്റിസത്തിൽ പറയുന്ന ദുരുപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് ഡിവൈൻ നേച്ചർ മാത്രമേ ഉള്ളൂ, ഹ്യൂമൻ നേച്ചർ ഇല്ല എന്ന് പറയുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാം വ്യക്തമായിട്ട്. അത് കഴിഞ്ഞ് ഉള്ള ഭയങ്കരപ്പെട്ട ഒരു മാരകമായിട്ടുള്ളൊരു ദുരുപദേശമാണ് അറിയാനിസം ട്രിനിറ്റി ഡോക്ടറിനെതിരാണ്. അത്തനേഷ്യസ് ക്രീഡ് അനുസരിച്ച് ആണ് നമ്മൾ ട്രിനിറ്റിയെ വ്യാഖ്യാനിക്കേണ്ടത്. ത്രിയേക ദൈവത്തിൻ്റെ വിശ്വാസം ഇല്ലാത്ത ആരാധനകൾ, അല്ലെങ്കിൽ ഒരു ആരാധനയിൽ ത്രിയേക ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രിനിറ്റി ഉപയോഗിച്ച് ആരാധിച്ചില്ലെങ്കിൽ ആരാധന വ്യർത്ഥവും പൈശാചികവുമാണെന്നാണ് യഥാർത്ഥ ക്രൈസ്തവ പഠിപ്പിക്കൽ. ഇപ്പോൾ നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ ആരാധന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CSI എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടതാണ്. ആ ആംഗ്ലിക്കൻ സഭ പ്രൊട്ടസ്റ്റന്റ് ആണ്. എങ്കിൽ പോലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ ആംഗ്ലിക്കൻ സഭ, CSI സഭ, റോമൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ഇതിൻ്റെ എല്ലാ ആരാധനയിലും ട്രിനിറ്റി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ ഉപയോഗിക്കുന്നുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത്തനാഷ്യസ് ക്രീഡ് അനുസരിച്ചിട്ടാണ് വിശുദ്ധ അത്തനാഷ്യസിന്റെ ക്രീഡാണ് അത്തനാഷ്യസ് ക്രീഡ്. അദ്ദേഹമാണ് ട്രിനിറ്റിക്ക് ഏകദേശം ശരിയായൊരു രൂപം കൽപ്പിച്ചത്. ഈ ബൈബിളിനകത്ത് ട്രിനിറ്റി ഇല്ല. സഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ട്രിനിറ്റി ഉണ്ടാകുന്നത്, വിശുദ്ധ പാരമ്പര്യം. ഇപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് രീതിയിൽ പല മൂല്യങ്ങൾ നൽകി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഉൾപ്പെടുത്താതെ നടത്തുന്ന ആരാധനകളും പ്രാർത്ഥനകളും ദുരുപദേശമാണ്. ഇത് തന്നെയാണ് പാരമ്പര്യമായിട്ടുള്ള പഠിപ്പിക്കൽ. അപ്പോൾ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സഭ തകരും, അല്ലെങ്കിൽ സഭയുടെ ആരാധന എല്ലാം വ്യർത്ഥമായിട്ട് മാറും. ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനക്രമങ്ങൾ CSIയുടെ ആരാധനക്രമമോ, അല്ലെങ്കിൽ CSI പ്രൊട്ടസ്റ്റന്റ് ആണ് എങ്കിൽ പോലും ഞാൻ എടുത്ത് പറയണം, അവർ വരെ ഈ ട്രിനിറ്റിക്ക് പ്രാധാന്യം ആരാധനക്രമങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സെപ്പറേറ്റ് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഈ ഒരു രീതിയാണ് അവരെ എടുത്തെടുത്ത് പറയുക. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണെന്ന് ട്രിനിറ്റിക്കകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതില്ലാത്ത ആരാധനകൾ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൂടാത്ത ആരാധനകളെല്ലാം വ്യർത്ഥമാണ്, അല്ലെങ്കിൽ അതൊക്കെ പൈശാചികമാണ്. ഇന്ന് കാണുന്ന പെന്തക്കോസ്റ്റ് 1914 ശേഷം ഉത്ഭവിച്ച പെന്തക്കോസ്റ്റ് ആരാധനകളിൽ ട്രിനിറ്റി ഇല്ല. അപ്പം അവർ പറയുന്നത് അവരെ മാത്രമാണ് ശരി, ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളെല്ലാം തെറ്റുകാരാണ്, അവരെന്നും പറയണ അംഗീകരിക്കല്, അതൊക്കെ ദുരുപദേശമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ട്രിനിറ്റി എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റിനകത്ത് ഇല്ല. അതായത് ത്രിയേക ദൈവം എന്ന് പറഞ്ഞില്ല. ട്രിനിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സഭ തകരും. ഇപ്പോൾ അറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം, നമ്മൾ കുറച്ച് ദുരുപദേശം കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് അറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം ക്രിസ്തീയ വിശ്വാസത്തിനും ഈ പാരമ്പര്യങ്ങൾക്ക്, വിശുദ്ധ പാരമ്പര്യങ്ങൾക്കും ട്രിനിറ്റിക്കും എതിരാണ്. ട്രിനിറ്റിക്ക് എതിരാണെന്ന് പറയാൻ കാരണം ഈ അത്തനാഷ്യസ് ക്രീഡ് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. അത്തനാഷ്യസ് ക്രീഡിൽ ട്രിനിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ടൊരു കൺക്ലൂഷൻ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, പക്ഷേ തമ്മിൽ ഇവർ വേർപെട്ടിരിക്കുന്നു. സൺ ഇസ് നോട്ട് ഫാദർ, the Father is not the Holy Spirit, the Holy Spirit is not the Son. ഇത് മൂന്നും ദൈവമാണ്, ഒറ്റ ദൈവമാണ്, പക്ഷെ തമ്മിൽ വേർപെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും വേർപെട്ടിരിക്കുന്നു, പിതാവ് പുത്രനിൽ നിന്നും വേർപെട്ടിരിക്കുന്നു, പുത്രൻ ഈ സ്പിരിറ്റിൽ നിന്നും വേർപെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിന്നും. ഈ വേർപെട്ടിരിക്കുന്നു എന്ന് ശരിയായ രീതിയിൽ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ദുരുപദേശമാണ്. വേർപെട്ട രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിന്റെ കർത്തവ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദുരുപദേശമാണ്. ഈ ദുരുപദേശത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് 1914 ശേഷം ഉണ്ടായ ന്യൂജൻ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പാരമ്പര്യമായിട്ടോ സാഹിക പിന്തുടർച്ചയുമായിട്ടോ ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങൾ.
അരിയാനിസം പറയുന്നത് യഥാർത്ഥ ട്രിനിറ്റിയെ അവർ തള്ളിക്കളയുന്നു. അരിയാനിസം എന്ന് പറയുന്ന ദുരുപദേശത്തിൽ യഥാർത്ഥ ട്രിനിറ്റിയെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവർ പറയുന്ന കാര്യം ജീസസ് ടു ബി എ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നാണ്. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് യേശു ക്രിസ്തു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പറയുമ്പോൾ ട്രിനിറ്റിക്ക് എതിരായിട്ട് വരുന്നത് ആ ദുരുപദേശം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവെഴുത്തുകൾ പ്രമാണവും സഭാ പാരമ്പര്യം പ്രമാണവും അരിയാനിസം ഒരു ദുരുപദേശമാണ്. കാരണം അവർ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ ഒരു ദുരുപദേശമായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ അത്നാച്ചസ് ക്രീഡ് അനുസരിച്ച്, ട്രിനിറ്റി അനുസരിച്ച് തുല്യ ദൈവമാണ്, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് പറയുന്ന ഉപദേശത്തിനെതിരാണ് ഈ അരിയാനിസം. അതിനകത്ത് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ്. മാത്രമല്ല ദൈവത്തിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു യേശു ക്രിസ്തു, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് യേശു ക്രിസ്തു മാറിയിരിക്കുന്നു എന്നവർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തെറ്റായിട്ട് വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമൻ നേച്ചറും ഈ പറയും പോലെ ഡിവൈൻ നേച്ചറും തമ്മിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് അവർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ഒരേ സമയം എന്നുള്ളതിന് ഈ ദുരുപദേശങ്ങളെല്ലാം എതിരായിട്ട് വരും. ഒരു യേശുക്രിസ്തുവിന്റെ മാനുഷികതയ്ക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ ഡിവൈൻ നേച്ചറിനല്ല. അപ്പോൾ അരിയാനിസം ഒരു ദുരുപദേശമായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ യേശു ആദ്യമേ പിതാവിനോടൊപ്പം ഉണ്ട്, പിന്നീട് ഉണ്ടായതല്ല. ഇതിന് ബൈബിളിൽ തന്നെ തെളിവുണ്ട്, ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1:2 അതിനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1:2. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:1-2 ഞാൻ പറഞ്ഞത്. 1:1-3 വരെ വായിച്ചു. ഇവിടെ വ്യക്തമാണ്, ആദ്യം മുതലേ യേശുക്രിസ്തു പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. പുത്രൻ മുഖാന്തരം അല്ലെങ്കിൽ വചനം മുഖാന്തരം ആണ് എല്ലാം ഉണ്ടായത്. സൃഷ്ടികളെല്ലാം അവൻ മുഖാന്തരം ഉണ്ടായതാണ്, അതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. എല്ലാ സൃഷ്ടിയും, ആദ്യം മുതലുള്ള സൃഷ്ടിയെല്ലാം പുത്രനോടൊപ്പം പുത്രനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പിതാവും പുത്രനും സംയോജിപ്പിച്ച് സൃഷ്ടിച്ച സൃഷ്ടികളാണ് എന്നാണ് യോഹന്നാന്റെ 1:1-3 വരെ വായിക്കാൻ മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ അവൻ ഈ വചനം കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. നമുക്ക് ആ വചനത്തിലൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഉദ്ദേശിക്കുന്നത് വചനം ജഡമായി തീർന്നു എന്നുള്ളതാണ്. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനമാണ് ക്രിസ്തുവായിട്ട് മാറിയത്. അപ്പോൾ ഈ വചനം ആദ്യം മുതലേ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, അത് മുഖാന്തരം അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവിടെ അരിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം ഇല്ലാതാവുകയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് തിയോട്ടക്കസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സഭ ഏറ്റവും അധികം വെറുക്കപ്പെട്ടിരുന്നതും ശപിച്ചിരുന്നതും തർക്കങ്ങൾ നടന്നതും യുദ്ധങ്ങൾ വരെ നടന്നതും നെസ്റ്റോറിയാനിസം, മൊണോഫിസിറ്റിസം, അരിയാനിസം ഇതുപോലുള്ള ദുരുദ്ദേശങ്ങളുടെ പേരിലാണ്. ഇത്തരത്തിലുള്ള ട്രിനിറ്റിക്കെതിരായിട്ടുള്ള ഈ ദുരുപദേശങ്ങൾ യേശുക്രിസ്തു ഒരേ സമയം
പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ള സത്യത്തെ ത്യജിക്കുന്നതിന് തുല്യമായിരുന്നു. യേശുക്രിസ്തു കാൽവരി കുരിശിൽ സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരമായിട്ട് പരമയാഗമായി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പരമയാഗമായി മാറി എന്ന് വരണമെങ്കിൽ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം. അപ്പോൾ ഈ ഹ്യൂമൻ നാച്ചർ എന്തുകൊണ്ട് പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ പൂർണ്ണയാഗമായി മാറിയാൽ മാത്രമേ ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അതുവരെ ഇസ്രായേൽ ജനത കുറ്റം ചെയ്തിട്ട് എപ്പോഴും മൃഗബലി നടത്തുമായിരുന്നു. അപ്പം ബലിയുടെ അവസാനം എന്ന നിലയിൽ പരമയാഗമായിട്ട് കാൽവരി ക്രൂശിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു യാഗമായിട്ട് മാറിയതിൻ്റെ കാരണം ഒരു മനുഷ്യനെ അവിടെ ബലി കഴിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പരമയാഗമായിട്ട് എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരമായിട്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായിട്ട് മാറുന്നത്, സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരമായി. അതായത് ഇനി ജനിക്കാൻ പോകുന്ന തലമുറയുടെയും പാപത്തിന്റെ പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായിട്ട് മാറിയത്. അപ്പോൾ ദൈവം മനുഷ്യരൂപം എടുത്തു, പൂർണ്ണ മനുഷ്യനായി തീർന്നു, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു, സ്വന്തം ശരീരം പഴയ നിയമപ്രകാരം യാഗം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനല്ല എങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷയില്ല. കാരണം ഒരു മനുഷ്യനാണ് അവിടെ എന്തായി മാറേണ്ടത്, യാഗമായിട്ട് മാറേണ്ടത്. ഇപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി യേശുക്രിസ്തു പരമയാഗമായിട്ട് ക്രൂശിൽ തന്റെ ജീവൻ ഏൽപ്പിച്ച് നൽകണമെങ്കിൽ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും ഒരേ സമയം പൂർണ്ണ ദൈവമായിട്ട് മാറണം. അപ്പം ഇവിടെയാണ് ട്രിനിറ്റി യാഥാർത്ഥ്യമാകുന്നത്. ട്രിനിറ്റിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അറിയാനിസം, നെസ്റ്റോറിയാനിസം, മൊണോഫിറ്റിസം പോലെയുള്ള ദുരുപദേശങ്ങൾ ഇല്ലാതായി തീരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. മറിയയുടെ ദൈവത്വം, അല്ലെ മറിയ എങ്ങനെ ദൈവം മാതാവായി മാറി. പക്ഷേ അതിലേക്ക് കടക്കുന്ന മുമ്പേ ആദിമസഭാ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു തരേണ്ടതുണ്ട്. ഈ ആദിമസഭാ പിതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെന്തക്കോസ്തുകാര് 1914 ഉണ്ടായതാണ്. അവരെ പിതാക്കന്മാര് കുമ്പനാട്, കോട്ടയം, അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരാണ് അവരെ പിതാക്കന്മാർ. നമ്മൾ അവരെ പിതാക്കന്മാരെ പറ്റിയല്ല പറയുന്നത്, ക്രൈസ്തവ സഭയുടെ പിതാക്കന്മാർ. അത് 1914 ശേഷം ഉണ്ടായ പിതാക്കന്മാരെ പറ്റിയല്ല. ആദിമ നൂറ്റാണ്ട് മുതൽ AD 33 മുതലെയുള്ള പാരമ്പര്യമുള്ള ആ പിതാക്കന്മാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വിശുദ്ധ തിയോണിസെറ്റിസിനെ കൊന്നുകളഞ്ഞത് അറിയാനിക് ക്രിസ്ത്യാനികളായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ അറിയാനിസം എന്നുള്ള ദുരുപദേശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശത്തിനെ അംഗീകരിച്ചിരുന്ന ക്രിസ്ത്യാനികളാണ് വിശുദ്ധ തിയോണിസ്റ്റസിനെ കൊന്നുകളയുന്നത്. കത്തോലിക്ക സഭ ശപിച്ചു തള്ളിയ ഒരു ദുരുപദേശമാണ് യേശുക്രിസ്തു പൂർണ്ണ ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്ന അറിയാനിസം. ആ അറിയാനിസ്റ്റ് വാദികളാണ് വിശുദ്ധ തിയോണിസ്റ്റസിനെ കൊന്നുകളയുന്നത്. ഇന്ന് അറിയാനിസം എന്ന് പറയുന്ന ക്രൈസ്തവർ ഇല്ല ഈ നൂറ്റാണ്ടിൽ. അതായത് അന്ന് തിയോണിസ്റ്റസിനെ കൊന്നുകളഞ്ഞ ആൾക്കാർ ഇന്നില്ല. പക്ഷെ ഇതേ ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യഹോവ വിറ്റ്നസ്. മലയാളത്തിൽ യഹോവ സാക്ഷികൾ എന്ന് പറയും, കേരളത്തിൽ യഹോവ സാക്ഷികൾ എന്ന് പറയും. ലോകം മുഴുവനുള്ള ഒരു സംഘടനയാണ് യഹോവ വിറ്റ്നസ്. ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. പണ്ട് അറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം എന്ന് പറയുന്നു, അതേ ദുരുപദേശമാണ് യഹോവ വിറ്റ്നസ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരാധനകളിൽ ട്രിനിറ്റി ഉൾപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അറിയാനിസം എന്ന അനുഭാവികളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ആരാധനകളിൽ അറിയാനിസം നമ്മൾ അറിയാതെ തന്നെ അറിയാനിസ്റ്റ് വാദികളായി മാറുകയാണ്, ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആദിമസഭയുടെ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ആരാധനക്രമങ്ങളിലും എല്ലാത്തിലും ഏവൻഗേലിയോനിലും എല്ലാം പ്രത്യേകിച്ച്
അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ, പ്രൊട്ടസ്റ്റന്റ് സഭയിലൊക്കെ ആണെങ്കിൽ ആരാധനാക്രമം എന്ന് പറയും. ആരാധനാക്രമത്തിനകത്ത് ട്രിനിറ്റിയെ കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ അറിയാനിസ്റ്റ്വാദികളായി മാറുകയാണ്. അടുത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിശുദ്ധനാണ് 35-ാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ, സെന്റ് ആന്റണി. സെന്റ് ആന്റണിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അയാൾ നല്ല കാര്യങ്ങളാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹാമർ ഓഫ് ഹെററ്റിക്സ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, സെന്റ് ആന്റണിയെ. ആദിമ സഭയിൽ കടന്നുകൂടിയ ദുരുപദേശങ്ങൾക്കെതിരെ ഭയങ്കര ശക്തമായ രീതിയിൽ എതിർക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും സഭയെ രക്ഷിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ആന്റണി, സെന്റ് ആന്റണി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളെ ഹാമർ ഓഫ് ഹെററ്റിക്സ് എന്നുള്ള കാര്യം നമുക്കൊന്നും അറിഞ്ഞാത്തൊരു കാര്യമാണ്. ദുരുപദേശങ്ങൾക്കെതിരായിട്ട് അയാൾ പ്രവർത്തിച്ച കാര്യം. അറിയാനിസത്തിനും മാനിച്ചൈസത്തിനും എന്ന് പറയുന്ന രണ്ട് ദുരുപദേശങ്ങൾക്കെതിരെയാണ് അന്ന് സെന്റ് ആന്റണി എതിർത്തത്. സെന്റ് ആന്റണി അറിയാനിസം, മാനിക്കീസം എന്ന് പറയുന്ന രണ്ട് ദുരുപദേശങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം വീണ്ടെടുത്തത് സെന്റ് ആന്റണി ആയിരുന്നു. അറിയാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അറിയാനിസത്തിന് എന്താണ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു ദുരുപദേശമാണ് മാനിക്കീസം. മാനിക്കീസവും ഭയങ്കരപ്പെട്ട രീതിയിൽ ആദിമ സഭയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമായിരുന്നു. അപ്പൊ ഈ രണ്ട് മാനിക്കീസവും അറിയാനിസം എന്ന് പറയുന്ന രണ്ട് ദുരുപദേശങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. മാനിക്കീസത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡുവാലിസ്റ്റിക് റിലീജിയസ് സിസ്റ്റമാണ് ഈ മാനിക്കീസം എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസങ്ങളിലും, എല്ലാ മതത്തിലും, എല്ലാ മതസമ്പ്രദായത്തിലും ഒരു ദൈവം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരിക്കും, പല മതങ്ങളും എടുക്കുകയാണെങ്കിൽ. പക്ഷെ അതിനെല്ലാം താഴെയാണ് പൈശാചികത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിബലായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി രണ്ടാമത് നീക്കിയുള്ളൂ, ഒന്നാമത് ദൈവമായിരിക്കും. പക്ഷെ മാനിക്കീസം എന്ന് പറയുന്നത് ആദിമ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം, അതായത് AD 216, 276 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമാണ് ഈ മാനിക്കീസം. റോമൻ എംപയറിലും ഏഷ്യൻ ഭാഗങ്ങളിലും, അതായത് ഈസ്റ്റേൺ ടർക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നത്തെ സിനിജിയാങ് ആണ്. സിനിജിയാങ് എന്ന് പറയുന്നത് ചൈനയിലെ ഒരു പ്രൊവിൻസ് ആണ്. ജ്ഞാനവാദം, അതായത് നോസ്റ്റിക്, ക്രിസ്ത്യാനിറ്റി, മറ്റ് പാഗൻ, അതായത് വിജാതീയ മതങ്ങളിൽ ഇവരെല്ലാം കടന്നുകൂടി. ക്രിസ്ത്യാനിറ്റിക്കുള്ളിനകത്ത് അറിയാനിസം, നെസ്റ്റോറിയാനിസം കടന്നുകൂടി, ഇതുപോലെ മാനിക്കീസം കടന്നുകൂടി. അവിടെ രണ്ട് ശക്തികളെ എടുത്തു കാണിക്കുകയാണ് മാനിക്കീസത്തിൽ. ഒന്ന് പൈശാചിക ശക്തിയും ഒന്ന് ദൈവിക ശക്തിയും. രണ്ടിനും തുല്യ പ്രാധാന്യവും തുല്യ വിലയും അവർ കൽപ്പിക്കുകയാണ്. രണ്ടിനും തുല്യ ശക്തി കൽപ്പിക്കുകയാണ്. എപ്പോഴും ക്രൈസ്തവ ഭാഗങ്ങളിലും മറ്റ് ഭാഗങ്ങളിലെല്ലാം ദൈവത്തിനാണ് ശക്തി കൂടുതലെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാനിക്കീസത്തിൽ പിശാചിന് ദൈവത്തിനും ഒരേപോലത്തെ ശക്തി, അല്ലെങ്കിൽ നന്മയ്ക്കും തിന്മയ്ക്കും സെയിം ശക്തി എന്നും ഇവർ തമ്മിൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും, അതായത് നന്മയും തിന്മയും തമ്മിൽ എപ്പോഴും പോരാടുന്നു എന്നുള്ള പഠിപ്പിക്കലാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾക്കെതിരെയൊക്കെ ധാരാളമായ രീതിയിൽ അതിനെല്ലാം നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചത് സെന്റ് ആന്റണിയാണ്. ഈ രണ്ട് ദുരുപദേശവും, നെസ്റ്റോറിയാനിസം, അറിയാനിസം പ്രധാനപ്പെട്ട ദുരുപദേശമാണ്. ഈ മോണോഫിസിറ്റിസം അതൊക്കെ പിന്നീടാണ് വരുന്നത്. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, പഠിപ്പിക്കണം. ആ രീതിയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ആരാധിക്കണം. നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് മറിയ എങ്ങനെ ദൈവമാതാവായി എന്നുള്ള വിഷയത്തിലേക്കാണ്. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവം മാത്രമാണെങ്കിൽ കാൽവരി ക്രൂശീകരണത്തെ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവനെ യാഗമായിട്ട് നൽകിയത് കൊണ്ട് ഒരു അർത്ഥമില്ല. അപ്പോൾ ട്രിനിറ്റിയെയും
ഈ പറയും പോലെ ക്രൈസ്തവ സഭയുടെ യഥാർത്ഥ സത്യവിശ്വാസം, അതായത് അറിയാനിസം, നെസ്റ്റോറിയാനിസം, മൊണോഫിറ്റിസം ഇതുപോലുള്ള ദുരുപദേശങ്ങൾക്കെതിരായിട്ടുള്ള സത്യവിശ്വാസം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു എന്നാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി മാറിയാൽ, അതായത് ഫ്ലഷ് ഉള്ള ഒരു മനുഷ്യൻ, മാംസം, മനുഷ്യന് രക്തമുള്ള ദൈവം, അതാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനെ പോലെ ജീവനും രക്തവും ഉള്ള എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം ആയിത്തീരുകയുള്ളൂ. ഇനിയാണ് മറിയ എങ്ങനെ ദൈവ മാതാവായി മാറി എന്ന് പറയാൻ പറ്റുന്നത്. മറിയ ദൈവ മാതാവായി മാറണമെങ്കിൽ ദൈവത്തിന് ജന്മം നൽകണം. നമ്മൾ നേരത്തെ പറഞ്ഞ അത്നാഷ്യസ് ക്രീഡ് എന്താണ് പറയുന്നത്? സൺ ഈസ് ഗോഡ്, ബട്ട് സൺ ഈസ് നോട്ട് ദ ഫാദർ, ദ സൺ ഈസ് നോട്ട് ദ സ്പിരിറ്റ്. അതായത് യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണെന്നാണ് അത്നാഷ്യസ് ക്രീഡ് പറയുന്നത്. അത്നാഷ്യസ് ക്രീഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രിനിറ്റി എന്നാൽ എന്താണെന്ന് അത്നാഷ്യസ് ക്രീഡിനകത്തുണ്ട്. ട്രിനിറ്റിക്കകത്ത് ഉള്ള ട്രിനിറ്റിയുടെ യഥാർത്ഥ വ്യാഖ്യാനമാണ് അത്നാഷ്യസ് ക്രീഡ്. അതായത് യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. മനസ്സിലാക്കണം. പക്ഷെ യേശുക്രിസ്തു പിതാവല്ല, യേശുക്രിസ്തു പരിശുദ്ധാത്മാവല്ല, പക്ഷെ പൂർണ്ണ ദൈവമാണ്. പുത്രനും പരിശുദ്ധാത്മാവും പിതാവും 3 പേരും ദൈവമാണ്. ഒറ്റ ദൈവം, സിംഗിൾ ദൈവം. ഇതാണ് അത്നാഷ്യസ് ക്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവമായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് പണ്ട് ബെത്ലഹേമിൽ ഭൂജാതനായി മാറിയത്. മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറക്കുകയാണ് ദൈവം. രക്തവും മാംസമുള്ള മനുഷ്യനായിട്ട് പിറക്കുകയാണ്. ആ രക്തമാണ് കാൽവരി ക്രൂശിൽ അവസാന തുള്ളി ചോരയും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അന്നുണ്ടായിരുന്ന യഹൂദന്മാർക്കും വേണ്ടി കാൽവരിയിൽ നൽകി പരമയാഗമായിട്ട് മാറിയത്. എല്ലാ അവസാനത്തുള്ളി രക്തം വരെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നൽകുകയാണ്, നമുക്ക് വേണ്ടി നൽകുകയാണ്, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി നൽകുകയാണ്, യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലാത്ത ക്രൈസ്തവർക്ക് വേണ്ടി നൽകുകയാണ് ആ രക്തം. അതിന് അർത്ഥം വരണമെങ്കിൽ, അതായത് അത് ശരിയായി മാറണമെന്നുണ്ടെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് മാറണം. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് മാറണമെങ്കിൽ അവിടെയാണ് മറിയയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. മറിയയുടെ ശരീരവും മറിയയുടെ രക്തവും കൊണ്ടാണ് ദൈവം ഭൂമിയിൽ ചാതനായി മാറിയത്. അതായത് ദൈവം പിറക്കുകയാണ്. അതാണ് തിയോട്ടക്കോസ് എന്ന് മറിയയെ വിളിക്കുന്നത്. വിശുദ്ധ മറിയയെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ കാരണം ദൈവത്തിന് ജന്മം നൽകി. അവിടെ അറിയാനിസം എന്ന് പറഞ്ഞ ദുരുപദേശം ഇല്ലാതാവുകയാണ്. അവിടെ മൊണോഫിസിറ്റിസം എന്ന് പറഞ്ഞ ദുരുപദേശം ഇല്ലാതാവുകയാണ്. അവിടെ നെസ്റ്റോറിയാനിസം എന്ന് പറയുന്ന ദുരുപദേശം ഇല്ലാതാവുകയാണ്. കാരണം യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു. ഡിവൈൻ നാച്ചർ മാത്രമേ ഉള്ളുവായിരുന്നു. മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ട് കാൽവരിയിൽ യാഗമായിട്ട് മാറണമെങ്കിൽ മനുഷ്യനായി മാറണം. ആ മനുഷ്യനായി മാറാൻ പറ്റിയത് മറിയയിലൂടെയാണ്, മറിയയുടെ ശരീരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മറിയയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. AD 449 ടർക്കിയിൽ വെച്ച് ഉണ്ടായ എഫെസോസിലെ സുന്നഹദോസിനെ സഭ വിളിക്കുന്നത് കള്ളന്മാരുടെ സുന്നഹദോസ് എന്നാണ്. അതിന്റെ കാരണം ആദിമ സഭയ്ക്ക് ഉള്ളിൽ മൊണോഫിസിറ്റിസം, നേരത്തെ പറഞ്ഞു മൊണോഫിസിറ്റിസം എന്ന് പറഞ്ഞ ദുരുപദേശം അത് കടന്നുകൂടി. ഈ മോണോഫിസിറ്റിസത്തിനെതിരായിട്ട് പോപ്പ് അയച്ച കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പാട്രിയാർക്കീസ് ആയിരുന്ന ഫ്ലാവിയനെ അവിടെ വെച്ച് അടിച്ചു കൊല്ലുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻസ്റ്റാൻബുൾ, ടർക്കിയിലെ ഇൻസ്റ്റാൻബുളിനെ
ഇതിൻ്റെ പഴയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് ഒട്ടോമൻ തുർക്കികൾ ബൈസന്റൈൻ സാമ്രാജ്യം കീഴടക്കുന്നത് വരെ ഈ ഇസ്താംബുളിൻ്റെ യഥാർത്ഥ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൻ്റെ പാത്രിയാർക്കീസ് ആയിരുന്ന ഫ്ലാവിയനെ പോപ്പ് എവിടെ അയക്കുകയാണ്? AD 449 തുർക്കിയിൽ വെച്ചുണ്ടായ എഫെസോസിലെ സുന്നതസിലേക്ക് അയക്കുന്നത്. എഫെസോസ് ഇരിക്കുന്ന തുർക്കിയിലാണ്. ഇന്നവിടെ ക്രിസ്ത്യാനികളൊന്നുമില്ല തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്ത്. പണ്ട് പക്ഷെ മുഴുവൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ 449 അയച്ചത് ഈ മൊണോഫിസിറ്റിസം എന്ന് പറയുന്ന ദുരുപദേശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സംഭവിച്ചായിരുന്നു പറഞ്ഞാൽ അവിടെ കൂടി വന്നിരുന്ന മൊണോഫിസ്റ്റ് അനുകൂലികൾ ഈ ഫ്ലാവിയനെ അടിച്ചു കൊല്ലുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് സഭാ പാരമ്പര്യത്തിൽ എഫെസോസിലെ സുന്നോസിനെ കള്ളന്മാരുടെ സുന്നോസ് എന്ന് പറയാൻ കാരണം. എന്നിരുന്നാലും ഇതേ തുടർന്ന് AD 451 തിരുസഭയുടെ 4ാമത്തെ സുന്നോസായ തുർക്കിയിലെ കൽക്കദോൻ സുന്നകദോസ് കൂടുകയാണ്. അവിടെ വെച്ച് യേശുക്രിസ്തു 100% പൂർണ്ണ ദൈവവും 100% പൂർണ്ണ മനുഷ്യനുമെന്ന് സഭ അംഗീകരിച്ചു. അതുവരെ സഭയ്ക്കകത്ത് ശക്തമായ ഒരു ഉപദേശമുണ്ട് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന്. പക്ഷേ ഈ നെസോറിയാനിസം, അറിയാനിസം, മൊണോഫിറ്റിസം ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറാൻ ഒരുപാട് വർഷം എടുത്തു. അതുകൊണ്ടാണ് എഫെസോസിലെ സുന്നോസ് കൂടിയ സമയത്ത് എഫെസോസിലെ സുന്നോസി വെച്ച് ഫ്ലാവിനെ അവിടെ വന്നിരുന്ന മൊണോഫിസ്റ്റ് വാദികൾ അടിച്ചു കൊന്നത്. സഭയുടെ രക്തസാക്ഷിയായി മാറി ഒടുവിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പാത്രിയാർക്കീസ് ആയിരുന്ന ഫ്ലാവിയൻ. പോപ്പ് അയച്ചാണ് അദ്ദേഹത്തിന് സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി, മോണോഫിസിസം തെറ്റാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്നും ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരുന്നു, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന നീചശക്തികൾ. യേശുക്രിസ്തുവിന് ഡിവൈൻ നേച്ചർ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനല്ല എന്ന് വരുത്തി തീർക്കുന്നതാണ് മൊണോഫിസിറ്റിസം. അതിനെതിരായിട്ട് വ്യാപിച്ച ആളാണ് ഫ്ലാവിയൻ. ഇപ്പം യേശുക്രിസ്തുവിനകത്ത് ഡിവൈൻ നേച്ചർ മാത്രമേ ഉള്ളൂ, മനുഷ്യ നേച്ചർ, ഹ്യൂമൻ നേച്ചർ ഇല്ലെങ്കിൽ എങ്ങനെ പിന്നെ ജനതയ്ക്ക് രക്ഷ വരും? യേശുക്രിസ്തു എങ്ങനെ കാൽവരിയിൽ പരമയാഗമായിട്ട് മാറാൻ പറ്റും മനുഷ്യനായി മാറിയില്ല എന്നുണ്ടെങ്കിൽ? അപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കണം. മോണോഫിസിസം തെറ്റാണ്. മോണോഫിസിസം തെറ്റാകുമ്പം മനസ്സിലാക്കണം യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യനാവാൻ കാരണം മറിയ സ്വന്തം രക്തത്തിലും സ്വന്തം ശരീരത്തിലും ദൈവത്തിന് ജന്മം നൽകിയതിലൂടെയാണ്. അങ്ങനെയാണ് ദൈവമാതാവായിട്ട് വിശുദ്ധ മറിയം മാറുന്നത്. ഇപ്പം നിങ്ങൾ ഇനി മനസ്സിലാക്കുന്ന കാര്യം, പെന്തക്കോസ്തുകാർ കത്തോലിക്കക്കാരെ തെറ്റിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ടുള്ള AD 33 മുതലേ ഉള്ള ക്രിസ്ത്യാനികളെ 1914 ശേഷം ഉണ്ടായ പെന്തക്കോസ്തുകാർ തെറ്റിക്കാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഈ ദുരുപദേശങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റ് പറഞ്ഞു കൊടുക്കണം, ഈ സുന്നകദോസുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, മറിയ എങ്ങനെ ദൈവമാതാവായി എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഗബ്രിയേൽ മാലാഖ മറിയെ വിളിക്കുന്നത് കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ, അതാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. അതാണ് ഗബ്രിയേൽ ദൂതൻ വിളിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ വരെ വിളിച്ച് മറിയെ വിളിച്ചത് കൃപ നിറഞ്ഞവളെ എന്ന് ആയിരുന്നു. കൃപ നിറഞ്ഞവൾ. ആ മറിയയാണ് 1914 ശേഷം ഉണ്ടായ പെന്തക്കോസ്തുകാർ പിശാചെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മറിയ, ഇവിടെ ക്രിസ്ത്യാനികൾ മറിയെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്, വണങ്ങുക ആണ് ചെയ്യുന്നത്. അതുപോലെ അവർ തിരിച്ചറിയുന്നില്ല. എലിസബത്ത് എന്താണ് പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് വിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാതാവ്, തിയോട്ടോക്കോസ്. അപ്പോൾ തിയോളജിയും ഹിസ്റ്ററിയും ഉള്ള കത്തോലിക്ക സഭയെ, ആ ഒരു സമൂഹത്തെ തെറ്റിക്കാൻ വന്ന് ഉടായ്പ് നടത്തുന്ന 1914 ശേഷമുള്ള പെന്തക്കോസ്ത് പാസ്റ്റർമാർ പറയുന്ന ദുരുപദേശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ദുരുപദേശത്തെ കുറിച്ചെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ, അത്രാൻഷ്യസ് ക്രീഡ് മനസ്സിലായി കഴിഞ്ഞാൽ
അറിയാനിസം, മൊണോഫിസിറ്റിസം, നെസ്റ്റോറിയാനിസം ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മറിയ ദൈവമാതാവാണെന്നുള്ള സത്യം ക്രൈസ്തവ സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടു, മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ അടുത്ത പാർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് നെക്സ്റ്റ് പാർട്ട് ചെയ്തു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല നോളജ് വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള വ്ളോഗ്സ് കാണാൻ പറ്റും. എക്സ്ക്ലൂസീവ്ലി ഇത് ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള വ്ളോഗ്സ് മാത്രമല്ല, ബാക്കിയുള്ള വീഡിയോസ് കണ്ടറിയാൻ പറ്റും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാറ്റഗറിയും ഈ വ്ളോഗിൽ ഉൾപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണ്. താങ്ക് യു.